ഹായ് നമസ്കാരം. ഞാൻ നിഷാദാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്ത് ഡിസ്കസ് ചെയ്തു? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന്റെ ഭാഗമായിട്ടുള്ള NPV, ARR, PI. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റൊരു ക്വസ്റ്റ്യൻ പേ ബാക്കുമായി ബന്ധപ്പെട്ട 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ BBAയുടെ 2020 നവംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് BCom സ്റ്റുഡൻസിന്, അതായത് 5th സെമസ്റ്റർ BCom സ്റ്റുഡൻസിനും ഇതേ വീഡിയോസ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, പേ ബാക്ക് നമുക്കറിയാം. പേ ബാക്ക് എത്ര കാലം കൊണ്ട് നമുക്കത് തിരിച്ചു കിട്ടും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഇൻവെസ്റ്റ്മെന്റ് എത്ര കാലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് തന്നെ ലഭിക്കും എന്നാണ് നോക്കുന്നത്. നമുക്കറിയാം, 2 രീതിയിൽ നമ്മുടെ സിസ്റ്റം ഉണ്ടാവാറുണ്ട്. അതായത് സാധാരണഗതിയിൽ ഈക്വൽ ആയിട്ട് കിട്ടുക, ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല എങ്കിലും ഒന്ന് പറയാ, ഈക്വൽ ആയിട്ടുള്ള ഇൻഫ്ലോ വരിക. ഓക്കെ, അതുപോലെ തന്നെ അൺഈക്വൽ ആയിട്ടുള്ള ഇൻഫ്ലോ വരിക. ഓക്കെ, ഈക്വൽ ആയിട്ടുള്ള ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എനിക്ക് ഒരേ പ്രോഫിറ്റ് 1 ലക്ഷം 1 ലക്ഷം 1 ലക്ഷം അങ്ങനെ കിട്ടുക. അൺഈക്വൽ ആയിട്ട് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വർഷം 1 ലക്ഷം, രണ്ടാമത്തെ വർഷം വരുമ്പം അത് 1,50,000, മൂന്നാമത്തെ വർഷം വരുമ്പോൾ 75,000, ഇങ്ങനെ അൺഈക്വൽ ആയിട്ടുള്ളവര്. അങ്ങനെയൊക്കെ ആകുമ്പോഴുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിൽ ഈക്വൽ ആണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈക്വലിന്റെ ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒറിജിനൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അതായത് ഒറിജിനലി നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ളത് 10 ലക്ഷമാണെന്ന് കൂട്ടുക. ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 2 ലക്ഷം രൂപ വീതം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര വർഷം കൊണ്ട് അത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും? 5 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് ഇതിലത്. ഇത് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് അല്ല, ഡിസ്കൗണ്ട് ചെയ്യാത്ത പേ ബാക്ക് ടെക്നിക്ക് ആണ്. ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് ഉപയോഗിക്കാത്തതാണ് കേട്ടോ. പിന്നെ അൺഈക്വൽ ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ അത് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. ഇക്വേഷൻ ഉണ്ട്, ഈക്വൽ ടു അല്ല കേട്ടോ ഇവിടെ ഉള്ളത്, പ്ലസ് ആണ്. ഇത് ഞാനിപ്പം തൽക്കാലം പറയുന്നില്ല, ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 2020 ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. പ്രൊജക്ടിന്റെ കോസ്റ്റ് 5 ലക്ഷം, ആനുവലി 50,000 രൂപ കിട്ടുന്നുണ്ട്. ഈ 80,000 രൂപ എന്ന് പറയുന്നത് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, എത്ര ശതമാനം? 12%. പക്ഷെ ബിഫോർ കാൽക്കുലേഷൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമ്മൾ ചെയ്യുമ്പം ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ എല്ലാത്തിനും ചെയ്യുക, എക്സെപ്റ്റ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അവിടെ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ. എല്ലാത്തോടത്തൊക്കെ നമ്മൾ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CF ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ, ഈ ബിഫോർ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഒരു പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റ് പറഞ്ഞാൽ ബിഫോർ ടാക്സ് ആണ്. ഈ ബിഫോർ ടാക്സിൽ നിന്നും ടാക്സ് കുറക്കുക. ടാക്സ് കുറച്ചതിന് ശേഷം നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്ക് വീണ്ടും ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാഷ് ഫ്ലോ ആണ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞത്. ഞാൻ നമ്മുടെ ഇതിന്റെ NPV ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ലോജിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, പ്രോബ്ലം ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഇത് എഴുതുക. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട്, എത്ര രൂപയാണ്? 80,000 രൂപ തന്നിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ടല്ലോ 80,000 രൂപ. ടാക്സ് 50%, അപ്പൊ 40,000 കുറച്ചു, ബാക്കി 40,000 ഉണ്ട്. ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. ഡിപ്രീസിയേഷൻ എങ്ങനെ കിട്ടി? 12% എന്ന് പറഞ്ഞാൽ 5 ലക്ഷമാണ് പ്രൊഡക്റ്റ്, ഈ ഒരു മെഷീന്റെ കോസ്റ്റ്. അതിന് 12/100 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വരും 5,000 × 12 എന്ന് പറഞ്ഞാൽ 60,000 ആണ്. അപ്പൊ നമുക്ക് CFA ആയിട്ട് നമുക്ക് കിട്ടി എത്ര? 1 ലക്ഷം കിട്ടി.
കോസ്റ്റ് 5 ലക്ഷം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ നോക്കുക, ഇക്വേഷൻ അനുസരിച്ച് വർക്കൗട്ട് ചെയ്തു. 5 ഇയേഴ്സിനുള്ളിൽ ഇവിടെ പേ ബാക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്ക് അതിനനുസരിച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.